രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അവർ പറഞ്ഞത് കേട്ടനുസരിച്ചാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ. അപ്പം ചെന്ന് നോക്കാം. അവർ പറഞ്ഞ അറിവിന് അല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലേ അതിൻ്റെ കാഴ്ചയൊക്കെ നമുക്കൊന്ന് മനസ്സിലാകാൻ പറ്റും. പക്ഷെ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവർ പറഞ്ഞത് കാട്ടിൽ കൂടെ സഞ്ചരിച്ച് നേരെ മലഞ്ചെരിവുകളിലൂടെ പോയി കടലിൻ്റെ നടുക്ക് എത്തിച്ചേരുമെന്ന് അവർ പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങോട്ട് പോയി നോക്കിയില്ല. സൈക്കിളൊക്കെ ചവിട്ടിയ ആൾക്കാർ പോകുന്നുണ്ട്, അതുകൊണ്ട് നല്ല സ്ഥലമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ കണ്ടില്ലാത്തതുകൊണ്ട് പറയാൻ വയ്യ. സ്റ്റെപ്പുകൾ നിരത്തിയിരിക്കുന്നു. മുകളിലൊരു പ്രതിമയുണ്ട് കേട്ടോ, ബുദ്ധൻ്റെ പ്രതിമയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെപ്പുകൾ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണം, വഴി ക്ലോസ് ചെയ്തൊക്കെയാണ്. മെയിൻ എൻട്രൻസ് അപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബീച്ച് സൈഡിലെ വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ പോണ വഴിക്ക് കണ്ടതിന് ബീച്ച് സൈഡ് വ്യൂ ആണ്. എന്തായാലും ഇത് ഇനിയിപ്പോൾ തന്നെ മുമ്പിലോട്ട് തന്നെ പോകാം. നമുക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. അടുത്താണെന്നാണ് പറഞ്ഞത്, ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും കുറച്ചും കൂടെ യാത്രയാണ്. റോഡിൽ നിന്ന് ചെന്ന് തീരുന്നത് അവിടെയാണെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് പുറത്തേച്ചൊന്ന് നോക്കാമല്ല, നേരെ വിട്ടടിച്ചങ്ങ് പോയാൽ മതി. ഈ പോണതെല്ലാം അങ്ങോട്ടാണ് പോകുന്ന ആൾക്കാരെല്ലാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ കടലും മലയും ആകാശവും എല്ലാവരും. പക്ഷേ കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ഒരു ഫീലിംഗ് ആണുള്ളത് തോന്നുന്നു കേട്ടോ. നാട്ടിലെ ഇവിടെയും തമ്മിലുള്ള ഒരു അരുവി ഇതെല്ലാം നമ്മൾ നാട്ടിൽ അത് കാണുന്ന അതേപോലെ തന്നെ തോന്നുന്നു. നാട്ടിലിവിടെയും തമ്മിലുള്ളൊരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് ചൂടുണ്ട്, ഇവിടെ ചൂടില്ല. ഈ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല തണുപ്പ്, നല്ല വെയിലുണ്ടെങ്കിൽ കൂടിയുണ്ടല്ലേ തണുത്ത കാലാവസ്ഥയിൽ. എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? എടുക്കട്ടെ, ആഗ്രഹമല്ലേ. ഒരു കൊച്ചൊരു ഫാമിലിയാണ് കേട്ടോ. അവർ ഒരു കൊച്ചുണ്ട് ഇവിടെ. എല്ലാ സൈഡിലും ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ മാത്രമല്ല എടുത്തത്, പക്ഷെ കാണാൻ നല്ല വ്യൂ അല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ നിന്ന് നല്ല മലയും ആകാശവും കടലും ഒന്നിച്ച പോലെ ഒരു ഫീൽ കിട്ടും. മേഘം കടലിലോട്ട് ആഴ്ന്നു പോയിട്ടുള്ള. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഇറങ്ങാം. കുരങ്ങനെ കണ്ടു കേട്ടോ. കുരങ്ങൻ്റെ അടുത്തൊന്നും നിൽക്കാതിരിക്കുന്നതിന് നല്ലതെന്ന് അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. നിൽക്കുവാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. ഫോണൊക്കെ വീഡിയോ എടുക്കാതെ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഫോണൊക്കെ കൊണ്ടുപോയി കുരങ്ങൻ സെൽഫി എടുക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കാൻ ഞാൻ നിന്നില്ല. കുറച്ചേരം കൂടെ ക്യാമറയെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഫോണേ ഉള്ളതുകൊണ്ട് കളയാൻ വയ്യ, അതുകൊണ്ട് അടുത്തോട്ടൊന്നും പോയില്ല. ദൂരെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ മുടിയെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥലം എത്തി കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പം എല്ലാവരും ഇവിടെ നിൽക്കുവാണ്. പക്ഷെ എല്ലാവരും തിരിച്ചു പോകണം കേട്ടോ. ഞാൻ ഇവിടെ തിരക്കിയപ്പോഴേ ഇപ്പം മഴയുടെ ചെറിയൊരിതുള്ളതുകൊണ്ട് ആ സ്ഥലം റോഡ് ക്ലോസ് ചെയ്താക്കുവാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അല്ലാതെ ഇവിടെ ലോക്കൽസിൽ തിരക്കിയപ്പം, ലോക്കലായിട്ടുള്ള ആൾക്കാർ തിരക്കിയപ്പോൾ പറയുന്നത് വെച്ചാൽ വേറൊരു വഴിയുണ്ട് കാടിൻ്റെ അകത്തൂടെ. കുറച്ച് റിസ്ക്കാണ് അതിൽ കൂടെ പോകാൻ. ഇതാണ് വഴി കേട്ടോ. ഇത്തിരി നല്ല റിസ്ക്കുള്ള വഴികളാണ്. ഇപ്പം ഇവിടെ നിന്ന് ഇത്തിരി എങ്ങനെ ഇറങ്ങി പോകണമെന്നൊന്നും അറിയാൻ വയ്യേട്ടാ. കയറൊക്കെ ഉണ്ടായിരുന്നു, കയറൊക്കെ പിടിച്ചിറങ്ങി കേട്ടാ. മുകളിലൊരു കടയുണ്ട്, അവിടുത്തെ ഒരു മാമൻ പറഞ്ഞു തന്ന വഴിയാണ്. അയാൾ ഇതിപ്പം ഈ വഴി ആൾക്കാർ പോണതുകൊണ്ട് തന്നെ ആ കടയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. പക്ഷെ കുറച്ച് നമ്മൾ വീഡിയോസിൽ കാണുന്നത് പോലെ അല്ല, കുറച്ചും കൂടെ ടാസ്ക്കാണ് കേട്ടോ ആ വഴി നടന്നു പോയാൽ. തെറ്റി നിരങ്ങി കഴിഞ്ഞാൽ അങ്ങ് താഴെത്താൻ പെട്ടെന്ന് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജഗതി മോഹൻലാലോട് അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലേ, സിനിമയുടെ പേര് യോധ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമയിൽ ജഗതി കാടിൻ്റെ അകത്ത് പെട്ടുപോലെ ആ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്തോട്ട് പോകാനത്തേക്ക് ഇനി ഒന്നും കാണത്തില്ലേ എന്തോ. കുറച്ച് ദൂരം നടന്നിട്ടും ഒന്നും എത്തുന്നില്ല കേട്ടോ, സ്ഥലം എത്തുന്നില്ല. കുറച്ചധികം ദൂരം നടന്ന് ഇതുവരെ ഒരു അരമണിക്കൂറായി കേട്ടോ ഞാൻ ഈ കാട്ടിൻ്റെ അകത്തുകൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഈ നമ്മൾ വീഡിയോസിൽ കാണുന്നത് പോലെ അല്ല, കുറച്ച് ടാസ്ക്കാണ് വഴികളൊക്കെ. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ നല്ല ടാസ്ക് പിടിച്ച വഴികളാണ് ഉള്ളത്. പിന്നെ ഫോണും കൂടെ കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റായിട്ട് വഴികൾ കാണാൻ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നേരെ തെറ്റിയടിച്ച് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ ചില നിരപ്പാണെങ്കിൽ കൂടി അത് നല്ല തെറ്റിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ നിന്ന് പോകാനൊന്നും പറ്റത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്, പിന്നെ അതനുസരിച്ച് പോകേണ്ടി വരും. പിന്നെ ഇവിടെ നിന്നൊക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ വീഡിയോയിൽ ഫോണിൽ കാണാത്തേക്കൊരു എൻ്റെ ഒരു ഇതറിയത്തില്ലേ. സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്.
നമ്മൾ കറക്റ്റിന് കാല് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നടന്ന് പോണത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഇവിടെ കുറച്ച് ചെറിയൊരു കുഴി കണക്കാണ് കേട്ടോ. എന്നാലും സൈഡിൽ കൂടെ നടന്നു പോകാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എത്താറായെന്ന് എനിക്ക് തോന്നുന്നു. കുഴിയൊക്കെ കാണില്ല, പക്ഷേ വീണ്ടും കാട് തന്നെ. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്, പക്ഷേ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ കാടിൻ്റെ ഉള്ളിലാണെങ്കിലും. കുറ്റാക്കുറ്റി ഇരുട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വഴികളൊക്കെ നല്ല ടാസ്ക് പിടിച്ച വഴികളാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല കേട്ടോ. നമ്മൾ നടന്നു പോകണ സാധാരണ നോർമൽ നിരപ്പുള്ള റോഡ് കണക്കാണ് തോന്നുന്നത്, വഴി കണക്കാണ് തോന്നുന്നത്. പക്ഷേ ഇതിലേക്കൂടെ നടന്നു പോകാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ക്യാമറയുടെ പിടിച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഫോണല്ലേ എൻ്റെ കയ്യിൽ, അല്ലാതെ ഈ സ്റ്റാൻഡെന്നുള്ള ക്യാമറയൊന്നുമല്ല ഇവിടെ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ. ഫോണും കൂടെ ആയതുകൊണ്ട് ഒരു കൈ ഫോണും പിടിക്കണം, പിന്നെ ഇടയിലൊക്കെ പിടിച്ച് സ്റ്റേ ചെയ്തിട്ട് തന്നെ താട്ടിറങ്ങാൻ. എന്തായാലും എത്താറായ കണക്കൊരു ഫീലിംഗ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് എത്തിയിട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഇവിടെ വന്നു തുടങ്ങി. എത്തിയില്ലേ, എത്താറായെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും പോകുമ്പോൾ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്ന കാര്യം ഇത്തിരി പാടായിരുന്നു കേട്ടോ. എങ്ങനെയാലും കഷ്ടിച്ച് താട്ടിറങ്ങിപ്പോയി. ഇത് നല്ല കുഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പോകണം. അത് വേണ്ടേ, രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. ഇത്തിരി ടാസ്ക്കാണ് ഏട്ടാ. കയറി പോണത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരിക്കുന്നു. ഇറങ്ങാൻ അത്രയും എനിക്ക് പ്രയാസം വന്നില്ല. എൻ്റെ കൂടെ ഇറങ്ങിയവർ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അല്ല, കടലിലെത്തി. ഈ കടലിലെത്തിയിട്ട് ഇനി എങ്ങോട്ടാണ് പോകട്ടെ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ എന്തായാലും വേണ്ടേ, മുകളിൽ നിന്ന് ആൾക്കാരൊക്കെ നടന്ന് വരുന്നുണ്ട്. കാരണം ഇവിടെ ഫോട്ടോസൊക്കെ തകർത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട് എല്ലാവരും. നല്ല ഇവിടെ ഇതിൻ്റെ അകത്ത് ഊഞ്ഞാലിരിക്കാമെന്ന് പറഞ്ഞ് അന്ന് ഇരുന്ന് കേട്ടോ. ഊഞ്ഞാലൊന്നും അല്ലായിരുന്നു, പൊട്ടി താഴെ വീണ് കേട്ടോ. ചുമ്മാ കെട്ടി വെച്ചിരുന്ന കയറ്. എന്തായാലും അടുത്ത